ട്രംപിന്റെ നിഴലുപോലെ കൂടെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള നതാലി ഹാർപ്പ് എന്ന 35-കാരിയുടെ വൈറ്റ് ഹൗസിലെ അമിത സ്വാധീനത്തിലേക്കാണ് ചർച്ചകളെല്ലാം. ആരാണ് നതാലി ഹാർപ്പ്? ഇവരും ട്രംപും തമ്മിൽ എന്താണ് ബന്ധം? ഇറാൻ ഭീഷണിയെ തുടർന്ന് തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് പിന്നാലെ വിമാനം മാറിക്കയറിയപ്പോൾ ട്രംപിനൊപ്പം യാത്ര ചെയ്യാൻ മാത്രം എന്ത് പ്രാധാന്യമാണ് ഇവർക്കുള്ളത്? ഡെമോക്രാറ്റിക് സെനറ്റർ ജോൺ ഓസഫ് ഉന്നയിച്ച ഈ ചോദ്യങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. നിലവിൽ നതാലി ഹാർപ്പിന്റെ ഔദ്യോഗിക പദവി പ്രസിഡന്റിന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റും എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റും എന്നാണ്. എന്നാൽ ഈ പദവിക്കും അപ്പുറത്താണ് ട്രംപിന്റെ ദൈനംദിന ജീവിതത്തിലുള്ള അവരുടെ സ്വാധീനമെന്നാണ് ജോർജിയയിൽ നിന്നുള്ള ഡെമോക്രാറ്റിക് സെനറ്റർ ജോൺ ഓസഫ് ചൂണ്ടിക്കാട്ടുന്നത്. നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുത്തു മടങ്ങവേ ഇറാന്റെ ആക്രമണ ഭീഷണിയെ തുടർന്ന് ട്രംപ് എയർഫോഴ്സ് 1 വിമാനം മാറിക്കയറിയത് വലിയ വാർത്തയായിരുന്നു. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ആ സമയം ട്രംപിനൊപ്പം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഭീഷണിയുള്ള വിമാനത്തിൽ തന്നെയായിരുന്നു യാത്ര. എന്നാൽ വെറുമൊരു എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റായ നതാലിക്ക് എങ്ങനെയാണ് ഈ സമയത്ത് ട്രംപിനെ അനുഗമിക്കാൻ സാധിച്ചതെന്നാണ് ജോൺ ഓസഫ് ഉയർത്തുന്ന ചോദ്യം. ട്രംപിന്റെ ഒപ്പമുള്ള ജീവനക്കാർ നതാലിയെ വിളിക്കുന്നത് ഹ്യൂമൻ പ്രിന്റർ എന്നാണ്. ട്രംപ് ഗോൾഫ് കളിക്കാൻ പോകുമ്പോൾ പോലും ഒരു പോർട്ടബിൾ പ്രിന്ററും ലാപ്ടോപ്പും ബാറ്ററിയുമായി നതാലി ഒപ്പമുണ്ടാകും. ഇന്റർനെറ്റിൽ ട്രംപിനെ പുകഴ്ത്തി വരുന്ന വാർത്തകളും പോസ്റ്റുകളും തത്സമയം പ്രിന്റ് ചെയ്ത് അദ്ദേഹത്തിന് നൽകുകയാണ് ഇവരുടെ പ്രധാന ജോലി. പേപ്പറിൽ അച്ചടിച്ച വാർത്തകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ട്രംപിന് മുന്നിലേക്ക് ഏത് വിവരങ്ങൾ എത്തണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഇൻഫർമേഷൻ ഗേറ്റ് കീപ്പർ കൂടിയാണ്. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിന്റെ നിയന്ത്രണവും പ്രധാനമായും നതാലിക്കാണ്. 2025 ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റപ്പോഴാണ് ഒരു പ്രസിഡൻഷ്യൽ നിയമത്തിലൂടെ നതാലി വൈറ്റ് ഹൗസിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. 2019 ദേശീയ ശ്രദ്ധ നേടിയ നതാലി അതിനു മുമ്പ് തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി മികച്ചൊരു കരിയർ കെട്ടിപ്പടുത്തിരുന്നു. ട്രംപിന്റെ സംഘത്തിൽ എത്തുന്നതിന് മുമ്പ് അവർ ബിസിനസ് രംഗത്താണ് പ്രവർത്തിച്ചിരുന്നത്. 2015 ചികിത്സാ പിഴവിനെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതോടെ US ഹെൽത്ത് കെയർ മേഖലയുടെ കടുത്ത വിമർശകയായി നതാലി മാറി. നതാലിയുടെ വിശ്വസ്തത ട്രംപ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോയി പണം സമ്പാദിക്കും, പക്ഷേ അവൾ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് ട്രംപ് തൻ്റെ മറ്റു ചില ജീവനക്കാരോട് പറഞ്ഞതായി ന്യൂയോർക്ക് ടൈംസ് മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട്. ട്രംപിന്റെ അടുത്ത അനുയായികളുടെ വൃന്ദത്തിലേക്കുള്ള നതാലിയുടെ കടന്നുവരവ് പലവിധ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ട്രംപും നതാലിയും തമ്മിലുള്ള ബന്ധം അനാരോഗ്യകരമാണെന്ന് നതാലിയുമായി അകൽച്ചയിലുള്ള അവരുടെ സഹോദരൻ പ്രസ്റ്റൻ ഹാർട്ട് വിശേഷിപ്പിച്ചിരുന്നു. നതാലിക്ക് ട്രംപുമായുള്ള അസാധാരണമായ അടുപ്പത്തെക്കുറിച്ച്, അവരുടെ ബന്ധത്തെക്കുറിച്ച് US മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുന്നതിനിടെയാണ് സഹോദരന്റെ പ്രസ്താവന. എന്നാൽ ഓസോഫിന്റെ പരാമർശങ്ങളെ വൈറ്റ് ഹൗസ് ശക്തമായി എതിർത്തു. ഓസോഫിനെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് വിശേഷിപ്പിച്ച വൈറ്റ് ഹൗസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ട്രംപ് ടീമിലെ വിശ്വസ്തരും കഠിനാധ്വാനികളുമായ സഹായികളിൽ ഒരാളാണ് നതാലി ഹാർപ്പ് എന്നും വ്യക്തമാക്കുന്നു.